Okay, next ratio analysis another topic ആണ് classification or types of ratios. Ratios may be classified according to financial statements and according to nature or functions. Ratio ക്ലാസിഫിക്കേഷനിലെ മേജർ ക്ലാസിഫിക്കേഷൻസ് ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നാച്ചർ ഓർ ഫങ്ഷൻ. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓർ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? നിങ്ങൾക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ബേസ്ഡ് റേഷ്യോസും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലെ ഇൻഫർമേഷൻസ് റിലേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോസുമാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് റേഷ്യോസ് മേ ബി ഓഫ് ദ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് റേഷ്യോസ് അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓർ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോസ്. ബാലൻസ് ഷീറ്റിൽ റേഷ്യോസിൽ പറയുന്നത് ദീസ് ratios are calculated by using the figures appearing in the balance sheet. Example, current ratio, proprietary ratio, fixed asset ratio, etc. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് വെച്ചിട്ട് അതിപ്പോൾ നമുക്ക് അസറ്റ് സൈഡിലാണെങ്കിൽ കറൻറ്റ് അസറ്റ്സ് ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ കറൻറ്റ് ലാബിലിറ്റീസ് ഉണ്ട്, ലോങ് ടേം ലാബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? റേഷ്യോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റേഷ്യോസാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോ ഓർ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് കറൻറ്റ് റേഷ്യോ. കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് കറൻറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കറൻറ്റ് അസറ്റ്സും അതുപോലെ തന്നെ കറൻറ്റ് ലാബിലിറ്റീസുമാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിലാണ് അപ്പിയർ ചെയ്യുന്നത്? ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഫണ്ടാണ്. അതായത് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലോങ് ടേം ലോൺസ്, ദെൻ അസറ്റ്സ് ഒക്കെയാണ് നമുക്ക് പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിൽ. അതുകൊണ്ടാണ് ഈ ഒരു റേഷ്യോനെ നമ്മൾ ബാലൻസ് ഷീറ്റ് റേഷ്യോ ഓർ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് profit and loss ratios. These are calculated by using the figures appearing in the statement of profit and loss. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പിയർ ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റേഷ്യോസാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, എക്സെട്ര. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാനായിട്ട് മേജറായിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും അതുപോലെ തന്നെ സെയിൽസും ആണ് വേണ്ടത്. അപ്പോൾ അത് അപ്പിയർ ചെയ്യുന്ന ഇതിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മെൻഷൻ ചെയ്യുന്നതാണ് എന്ത്? സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും ഒക്കെ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കമ്പൈൻഡ് ഓർ മിക്സ്ഡ് റേഷ്യോസ് ആണ്. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം. ദീസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് വൺ ഐറ്റം ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ദ അതർ ഫ്രം ദ ബാലൻസ് ഷീറ്റ്. അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റിലെയും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലെയും രണ്ടിലെയും കമ്പൈൻഡ് ആയിട്ട്, അതായത് രണ്ടിലുള്ള ഓരോ ഫിഗേഴ്സ് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ്, എക്സെട്ര. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് അറിയണം, ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയണം. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ്ഡ്, അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നിന്നും ഫിഗേഴ്സ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് മേജർ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നാച്ചർ ഓർ ഫങ്ഷൻ. അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ് they have 5 types of ratios. അവിടെ
5 ടൈപ്പ് റേഷ്യോ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കാം ഏതൊക്കെയാണെന്ന്. അതിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോസ് മെഷർ ദ ഷോർട്ട് ടേം സോൾവൻസി ഓർ ലിക്വിഡിറ്റി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി, അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ഷോർട്ട് ടേം സോൾവൻസിയാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ലാബിലിറ്റീസ്. അതായത് നമുക്ക് ചുരുങ്ങിയ ഒരു വർഷത്തിനിടയിൽ വരുന്ന ഷോർട്ട് ടേം ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, അതാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി റേഷ്യോസിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഓഫ് എ ഫേം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന മേജർ റേഷ്യോസ് ആണ് കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ നമുക്ക് എന്താണ്? നമ്മുടെ ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ്. ദെൻ നെക്സ്റ്റ് ലീവറേജ് റേഷ്യോ. ദീസ് റേഷ്യോസ് അനലൈസ് ദ ലോങ് ടേം സോൾവൻസി ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. അതായത് നമ്മൾ ലിക്വിഡ് റേഷ്യോൻ്റെ നേരെ ഓപ്പോസിറ്റ് മീൻസ് ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ ഷോർട്ട് ടേം സോൾവൻസിക്ക് ആണെങ്കിൽ ലീവറേജ് റേഷ്യോസ് നമ്മൾ ലോങ് ടേം സോൾവൻസി ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ലീവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ ആർ ദ ഇമ്പോർട്ടൻറ്റ് ലീവറേജ് റേഷ്യോസ്. മേജറായിട്ട് പിന്നെ നമ്മളുടെ ലോങ് ടേം കപ്പാസിറ്റി, ലോങ് ടേം ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ്. ലീവറേജ് റേഷ്യോ എന്ന് വിളിക്കുന്ന വേറെ പേരുകളാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ്. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി റേഷ്യോസ്. These ratios indicates how effectively the resources or assets are being utilized by a firm. ഒരു ഫേമിൻ്റെ കയ്യിലുള്ള അസറ്റ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് എത്ര നല്ല രീതിയിൽ മാക്സിമം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് ഇത് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇതെല്ലാം എന്താണ്? ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ഓക്കെ, അതിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് എത്ര കാലം കീപ്പ് ചെയ്യാൻ പറ്റും, അത് എത്ര പെട്ടെന്ന് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് നമുക്ക് എമൗണ്ട് തരാനുള്ള ആളുകളാണ്. അപ്പോൾ എത്ര പീരീഡിനുള്ളിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ടിവിറ്റി റേഷ്യോസിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദിസ് ടേൺ ഓവർ റേഷ്യോ, അതായത് ആക്ടിവിറ്റി റേഷ്യോ ഇസ് ഓൾസോ നോൺ ആസ് ടേൺ ഓവർ റേഷ്യോസ്. ഓക്കെ, ആൻഡ് ഓൾസോ എഫിഷ്യൻസി റേഷ്യോ എന്നും അതുപോലെ തന്നെ ടേൺ ഓവർ റേഷ്യോ എന്നും ഇതിനെ പറയുന്നുണ്ട്, ആക്ടിവിറ്റി റേഷ്യോസിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. Then fourth ratio ആണ് profitability ratio. These ratios measures the profitability or operating efficiency of a firm. ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ദീസ് റേഷ്യോസ് മെഷേഴ്സ് ദ കപ്പാസിറ്റി ഓഫ് എ ഫേം ടു ഏൺ പ്രോഫിറ്റ്സ് ആൻഡ് ടു എൻഷുർ റിട്ടേൺസ് ടു ഓണേഴ്സ്. അതായത് എത്രത്തോളമാണ് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ആ പ്രോഫിറ്റിനനുസരിച്ചാണ് നമുക്ക് ഓണേഴ്സിന് റിട്ടേൺസ് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കുള്ള റിട്ടേൺസ് എൻഷുർ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഏണിങ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ മേജറായിട്ട് നമ്മളുടെ കയ്യിലുള്ള നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ മെൻഷൻ ചെയ്യുന്ന പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മുടെ ഫങ്ഷണൽ അല്ലെങ്കിൽ നാച്ചർ ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനിലുള്ള ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ദീസ് റേഷ്യോസ് ആർ യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഷെയർസ് ആൻഡ് സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിനെയോ എന്ത് ചെയ്യാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. മേജറായിട്ട് നമുക്ക്
ഒരു പർട്ടിക്കുലർ ഷെയറിൽ നമ്മൾ കൂടിയിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ആ ഷെയറിന് നിന്ന് റിട്ടേൺ കിട്ടും, ഏർണിങ്സ് പെർ ഷെയർ, അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് എത്ര ഡിവിഡൻഡ് കിട്ടും. ഡിവിഡൻഡ് അതിന് ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോസാണ് ഏർണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോസ്. അതാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു ഷെയറിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഷെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അതിനകത്തുനിന്ന് റിട്ടേൺ കിട്ടാനുണ്ടാവും, ഓരോ ഷെയറിന് എത്ര റിട്ടേൺസ് ഉണ്ടാവും, അതായത് ഏർണിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിവിഡൻഡിൻ്റെ കേസ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ വരുന്ന റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. I have major two classifications: classification according to financial statements or structural classification or traditional classification, and then the next one is classification according to nature or functions. Classification according to financial statements, they have three classifications: balance sheet or financial ratios, profit and loss ratios, and combined or mixed ratios. In the case of classification according to nature or functions, they have 5 types: liquidity ratios, leverage ratios, activity ratios, profitability ratios, and market test ratios.